ജോബിലോക്ക് ഇൻഷുറൻസ് അങ്ങനെ പഴയ ഇൻഷുറൻസ് വേണം അവന് പെണ്ണുങ്ങളെ വെച്ച് തോന്നിയാസം തന്നെ കാണിക്കും നമ്മൾ എന്താ ചുമ്മാ പറയുന്നതാണ് ഇതിനകത്ത് പോയിട്ട് നീർമയ പറയുന്നത് അവരെ എന്താ ആഹാരം കഴിക്കുമ്പോഴത്തെ ഒരു ചായ പോലും നേരെ കുടിച്ചിട്ടില്ല അവൻ കഴിക്കില്ലയോ എന്തുകൊണ്ടോ ആഹാരം കഴിക്കാമോ എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ഡബിൾ വെള്ളമാകുന്നുണ്ടോ ഞാൻ പറയുന്നത് എല്ലാവരും കാണുന്നുണ്ടോ ഒരു മനുഷ്യർക്ക് വെള്ളമാകും ഒരു ദിവസം കൊണ്ട് കൂടുന്നില്ല എന്തോ തോന്നിയൊക്കെ കഴിക്കുന്നവര് എന്തുകൊണ്ടാണ് പ്ലോട്ടിങ്ങൊക്കെ ആക്കി നിർത്തിക്കുന്നത് തോന്നിയാണോ അതെ ഇന്ന് പറഞ്ഞല്ലോ നാളെ പോയിട്ട് നോക്കി ഈ കൂട്ടം അഭിനയിച്ചങ്ങ് നടക്കുക കഴിക്കുന്ന ആളുകളുടെ കഴിവെച്ച് തന്നെ പോയി പരാതി കൊടുക്കണം. അപ്പൊ അങ്ങനെ അവർ വന്നാൽ കഴിഞ്ഞിട്ടെങ്കിലേ അപ്പോൾ തന്നെ അവരെ വിളിച്ചു പറയാം. എല്ലാ വലിയ ക്ഷമിക്കാത്ത കാര്യമൊന്നുമില്ല. അത് ഇങ്ങനെ എത്ര നാളെ റെസിപ്റ്റ് വാങ്ങിച്ചോണ്ട് പോകണം. എപ്പം വരെ റെസിപ്റ്റ് വാങ്ങിച്ചോണ്ട് പോകണം. എന്നിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് റെസിപ്റ്റ് വാങ്ങിച്ചോണ്ട് പോകണം. എന്നിട്ടാണ് ബാക്കി തലമുടി ഒഴിക്കാൻ നേരത്തോടെ ഇരിക്കുക പോയവന്മാര്. സൈബർ സെന്റർ വിചാരിച്ച നിമിഷ നേരം കൊണ്ട് പോക്കാം. എന്താ ഇവന്മാർ എടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ആരൊക്കെയാ കയറി ഇങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ 40 വട്ടം ഇരിക്കുന്നതിന്. എന്റെ കണ്ട് ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് എന്റെ ഉണ്ട്. ഞാൻ എവിടെ ഇരിക്കുന്നതൊക്കെ ഉള്ളത്. ഒരു അമ്മ ഇല്ലയോ പറയാന്? എവിടെ പോണിയാണ്? എന്താ നോക്കാം ഇവനൊക്കെ ആരാണ്? അവർ കോടതി പോകുന്നത് കണ്ടത്തൊക്കെ പോകുന്നത് കഥയുണ്ടാക്കാനൊക്കെ ഇവനൊക്കെ ആരാ? ആരാണ് ഇതിനൊക്കെ കഥയുണ്ടാക്കാന്? കഥയുണ്ടാക്കി നടക്കുന്ന പോലെ അമ്മാരും ഓർമാരും അപ്പത്തിന് വേണ്ടി കഥകളുണ്ടാക്കാൻ ഇവരെ അടച്ച് മൂടിക്കെട്ടി ഇങ്ങനെ ഇതാക്കുക ഇങ്ങനെ അതിന് കാണാതിരുന്ന് കഥകളെ ഉണ്ടാക്കാന് കുറിച്ചിത്തായി മണി കുറെ അമ്മാരിങ്ങനെ വരും. ഇപ്പൊ കുളിക്കൈമണിയൊക്കെ വരുമ്പോൾ നമ്മൾ കാണുകയോ വലിയ ബുദ്ധിമുട്ട്. കുട്ടിത്തകയൊന്നും വിളിച്ചാലുമില്ല. അങ്ങനെ ഇവിടോട്ട് കയറി ഇവന്റെ കാലുകൊണ്ട് തന്നെ ഇവിടോട്ട് കയറത്തില്ലായിരുന്നു ഒരാവനും. അവന്റെ ഒരു സത്തർവാസം വരും കുഞ്ഞിത്തൈ പണ്ടൊന്നും കളിക്കില്ല. ഇയാൾക്ക് രാവിലെ വെളുപ്പാങ്കാലത്ത് നിൽക്കുന്നുണ്ട്. കുറെ നേരം വന്ന് ഇരുന്നേച്ചാ പോകുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുക ആരാണ്ട് കഥകളൊക്കെ വേറെ ഏതാന്നൊക്കെ ആയിരിക്കും. എന്തൊക്കെ അറിയാം അതിന്റെയൊക്കെ കഥ അങ്ങ് നടക്കുക കഥയുണ്ടാക്കി. പിന്നെ വെളുമണ്ണ ഇല്ലേ കഥ ഉണ്ടാക്കാന്? അവരൊന്നും അടുത്ത 19 വയസ്സായപ്പോ കഥയുണ്ടാക്കി. അവരൊന്നും പോയിട്ടില്ല വലിയ കഥയ്ക്ക്. അവർക്ക് അറിയാൻ പറ്റിയ കഥ. പ്രധാനമന്ത്രി സോമനാഥൻ LTV ക്ലാസ്സിലൊക്കെ നടന്ന് സ്പീച്ചെന്ന് പറയുന്ന അവിടെ അവിടുന്ന് പറഞ്ഞു വിട്ട പോലെ പറഞ്ഞു പിടിപ്പിച്ചതുപോലെ അവളെ കൊണ്ട് നടന്നേക്ക് മാലയെല്ലാം ഇതാക്കി എല്ലാം ഇതാക്കിക്കൊണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വിട്ടു. ഇല്ല പറഞ്ഞു വിടാതാ. എന്റെ ഏത് വീട്ടിലാ പറഞ്ഞു വിടാത്തത്? സുബ്രഹ്മണ്യന്റെ പരിപാടിയെ ഏത് വീട്ടിലാ? അല്ല സാധാരണ ആക്സിഡന്റ് പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുന്ന ഭർത്താവിനെ കളഞ്ഞിട്ടൊന്ന് പോവോ? അത് നോക്കില്ല. അപ്പോഴോ ബന്ധം കഴിഞ്ഞിട്ട് പോയതാണോ? എന്താ മാർക്കറിയാം? 5-6 വർഷമേ ആയതല്ലേ. അതിന് മുന്നേ പോയത് 2019 ഇവര് പോയതാ. 2019 ഇവര് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് പോയ
പടത്തിന്റെ പേര് ഞാൻ മറന്നു പോയി. ആരുടെയാണ്? അറുന്നൂറ്റിമംഗലത്തോ വീട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിലെയോ? ഒരു സ്ഥലത്തെങ്ങാണ്ടാവും ഉദ്ദേശിക്കുന്നത്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കണ്ട ചെറുക്കനെ 45 ലക്ഷം ഒക്കെ അതിന്റെ വാങ്ങിച്ച് കുട്ടഴിച്ച് നടക്കുക. ഇപ്പൊ 5 തവണ മേഖലകളിൽ പോയി കണ്ണും കുടിച്ച് നടക്കുക. അറുന്നൂറ്റിമംഗലത്തൊരു വീട്ടില ഒന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനായതുകൊണ്ട് പൈസ ഇത് ഇരിക്കുന്നത് നമ്മുടെ മിണ്ടാതെ കണ്ടില്ലയോ മുഖടിക്കുന്നത്. എന്തോ പുകയായി. അപ്പൊ ഒരാൾ ചോദിക്കുന്നത് എങ്ങനെ ഈ പുക വരുന്നേന്ന്. അത് ചോദിക്കുക എങ്ങനെ ഈ പുക എവിടുന്നാ പുക? ഞാൻ സാധനം റത്തി പുക വരുമോ? ഇല്ല. ആരും ഇല്ല, റത്തി പുക വരത്തില്ല. ഇത് ബസ്സിനകത്ത് വരെ പുകയാണ്. നമ്മൾ പോകുന്നത് ബസ്സിനകത്ത് പോക. അവർക്ക് തോന്നേ ബസ്സിനകത്ത് പോക. പുതിയ പുതിയ സിസ്റ്റർ. അതുപോലെ AC ബസ്സിനകത്ത് മണ്ണെണ്ണ മാറ്റം. അപ്പൊ ഞാനിങ്ങനെ എഴുതിയപ്പോ കട്ടേന്ന് മണ്ണെണ്ണ മാറ്റം ഒന്ന് മാറി. അവിടെ മുഖത്തോട്ട് അടിക്കുകയുള്ളൂ രക്ഷമാണമല്ല അവിടെ. നമ്മള് പിന്നെ പയ്യത്തിൽ പിന്നെ കുപ്പയൊക്കെ തീയിട്ടിട്ട് ഉണ്ടായിരുന്നോ പോകാറില്ല. ഇല്ലില്ല. ഇന്നലെ അവിടെ നിൽക്കുമ്പോ എന്റെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മള് താഴെ നിൽക്കുമ്പോ ഇവ വൃന്ദയെന്ന് പറയുന്നത് ആ കട്ടന്റെ കൂടെ 2 കൊല്ലം ഫോൺ ഓണാക്കി വെച്ചോണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തോ ഇത്ര വലിയ വർത്താനം പറയാൻ ഫോണിങ്ങനെ ഓണാ അവള് മാറാൻ ഇറങ്ങിയ അവിടെ കവയ്ക്ക് ഒന്നേ പോകുന്നത്. അതൊക്കെ കവയ്ക്ക് നടക്കുന്നുള്ളൂ അവന്മാരൊക്കെ. അല്ല ചുമ്മാ ഇരിക്കുന്ന ഇന്ത്യയൊന്നും സപ്പോർട്ട് വേണ്ട ഞങ്ങൾക്ക് വേദനിപ്പിക്കാന്. ഇവിടെ ഉണ്ട്. എന്റെ അമ്മ അറിഞ്ഞ ഇതുണ്ട്. കണ്ടവനെയൊന്നും നീയൊന്നും പിടിക്കണ്ട. കണ്ടവനെയൊന്നും വെച്ച് നീയൊന്നും കഥയുണ്ടാക്കണ്ട. കഥയുണ്ടാക്കുന്ന പോലെ അവന്മാരും കഥകൾ എന്താ കഥയുണ്ടാക്കുന്ന കഥയ്ക്കുന്ന്. അത് അപയതമില്ല കഥയുള്ളത്. അല്ല മുറ്റാഴ്ചൊന്നുമല്ല. അപയതമില്ല നല്ല കഥയുണ്ട്. എന്താ കഴിക്കാനൊക്കെ തീരുമാനം? എന്തുവാ ചോറുണ്ട്. നമ്മ ഇത്രയാണ് ഉണ്ട്. അവിടെ നിന്ന് 2 ദോശയും 2 സ്പൂൺ അമ്മ കണ്ടല്ലോ ചോറ് ബാക്കിയിരിക്കുന്നത്. ചെന്ന് നോക്കിയ ഫ്രിഡ്ജില് മുഴുവൻ തിളപ്പിച്ച് ഊറ്റിയില്ല. ഒരു പ്ലേറ്റ് ചോറാണ് ഞാൻ ഉണ്ണുവോ? അമ്മയ്ക്കറിയില്ല ഞാൻ എന്തോ ചോറാ ഉണ്ണുന്നേന്ന്. എന്താ വേണ്ട സൂക്കാനുള്ളത്? എന്താ ജീവിപ്പിക്കാൻ എന്താ ജീവിപ്പിക്കാനുള്ളത്? നാളെ അത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. കൊടുക്കാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഇവര് എന്താ ചെയ്യുന്നത് റെസീത് മാത്രം പോരാ. എന്തോ ചെയ്യുന്ന വെച്ചാൽ അവിടെ തന്നെ നമുക്ക് ഇവിടെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് അവരെ വിവരം അറിയിക്കാം. ഇനി വെറുതെ ഇരിക്കണ്ട. നമ്മളെ അങ്ങനെ ഇരുന്നില്ല. എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നതേ ഉള്ളൂ. ഇനിയും ചെയ്തിട്ട് പൊളിച്ചിരിക്കുന്നത്.